ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് താജ്മഹൽ കാണാൻ പോയിരിക്കുന്ന സച്ചിയും അർച്ചനയുമാണ്. അങ്ങനെ അവർ സന്തോഷത്തോടെ ഡൽഹിയിലെ ഓരോരോ സ്ഥലങ്ങളായി കാണാൻ പോവുകയാണ്. അതേസമയം അർച്ചന താജ്മഹൽ കാണണം എന്നുള്ള ആഗ്രഹം തൻ്റെ ഡയറിയിൽ എഴുതി വെച്ച കാര്യം സച്ചി ഓർക്കുകയാണ്. താജ്മഹൽ കഥയിലൂടെ മാത്രം വായിച്ചിട്ടുണ്ടെന്നും ഇതുവരെ നേരിൽ കാണാൻ ഒരവസരം ലഭിച്ചിട്ടില്ലെന്നും ഒക്കെ തന്നെ അർച്ചന അതിൽ ഉണ്ടായിരുന്നു. അങ്ങനെ അർച്ചനയുടെ വീണ്ടും ഒരാഗ്രഹം കൂടി സച്ചി നടത്തി കൊടുത്തിരിക്കുകയാണ്. തുടർന്ന് സച്ചി പറയുകയാണ്, ഞാനേ മീറ്റിങ്ങിനായിട്ട് മാത്രമല്ല തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. 2-3 ദിവസം കറക്കം, അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പതിയെ വീട്ടിലേക്ക് പോകുന്നുള്ളൂ. ഇത് കേൾക്കുന്ന അർച്ചന ചിരിച്ചുകൊണ്ട് എന്തോ ആലോചിക്കുമ്പോൾ സച്ചി പറയുകയാണ്, എനിക്ക് മനസ്സിലാകുന്നുണ്ട് താൻ എന്താ ആലോചിച്ചതെന്ന്. സന്ദീപിനെയും ആതിരയും കൂട്ടി നമുക്ക് 4 പേർക്കും കൂടി എവിടേക്കെങ്കിലും പോകാമെന്ന് താൻ ചിന്തിച്ചിട്ട് പോലും ഇല്ലല്ലോ അല്ലേ എന്ന് സച്ചി ചോദിക്കുമ്പോൾ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് അർച്ചന. അല്ല, ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യം സച്ചിയേട്ടന് എങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത് എന്നൊക്കെ അർച്ചന ചോദിക്കുകയാണ്. അതൊക്കെയുണ്ട്, എന്താണെങ്കിലും അത് തന്നെയല്ലേ താൻ മനസ്സിൽ ഉദ്ദേശിച്ചത്? അതെ എന്ന് അർച്ചന പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അനഘയും അവന്തികയുമാണ്. അതെ, മീറ്റിങ്ങിന് പോയവര് ഉടനൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് താജ്മഹലൊക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. സച്ചിയേട്ടൻ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നെന്ന് അനഘ പറയുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തിക. തുടർന്ന് അവന്തിക പറയുകയാണ്, അവളുടെ ട്രിപ്പൊക്കെ മുടക്കി നേരത്തെ കൊണ്ടുവരാനേ എനിക്കറിയാം. അതിനുവേണ്ടിയുള്ള പണി ഞാൻ അവൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയും ചെയ്തു. ഇത് കേൾക്കുന്ന അനഘയ്ക്കും സന്തോഷമാവുകയാണ്. പിന്നീട് കാണിക്കുന്നത് സച്ചിയും അർച്ചനയുമാണ്. എന്താണെങ്കിലും ഈ ഡ്രസ്സ് തനിക്ക് നന്നായി തന്നെ ചേരുന്നുണ്ടെന്ന് സച്ചി പറയുമ്പോൾ അർച്ചന പറയുകയാണ്, എൻ്റെ ഭർത്താവിൻ്റെ സെലക്ഷൻ അല്ലേ, അതൊന്നും ബോറാകാനേ പോകുന്നില്ല. അത്രയും പറഞ്ഞ് അവര് സന്തോഷത്തോടെ നിൽക്കുകയാണ്. ഞാനെന്നാ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യട്ടെ എന്ന് അർച്ചന പറയുമ്പോൾ സച്ചി പറയുകയാണ്, ഇങ്ങോട്ട്. അല്ല, നമ്മൾ നാളെയല്ലേ വീട്ടിലേക്ക് പോകുന്നത്? എങ്കിലേ ഞാൻ ആ ഫ്ലൈറ്റ് അങ്ങ് ക്യാൻസൽ ചെയ്തു. നമ്മൾ ഇവിടുന്ന് നേരെ കുളു മണാലിയിലേക്കാണ് പോകുന്നത്. അതിനുശേഷം എവിടെ പോകണമെന്നേ അവിടെ ചെന്നിട്ട് തീരുമാനിക്കാമെന്ന് സച്ചി പറയുമ്പോൾ ഇതെല്ലാം കേട്ട് അത്ഭുതത്തോടെ സച്ചിയെ നോക്കുകയാണ് അർച്ചന. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് അനൂപിനെ വണ്ടിയിടിപ്പിക്കുന്ന അവന്തികയാണ്. തുടർന്ന് അവന്തിക അർച്ചനയെ വിളിച്ചിട്ട് പറയുകയാണ്, അതെ, ഞാൻ നിന്നോടൊരു കാര്യം പറയാനാണ് വിളിച്ചത്. നീ പേടിക്കുകയൊന്നും വേണ്ട. അനൂപിനൊരു ചെറിയ ആക്സിഡൻറ്റ്, സീരിയസ് ആണെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത്. അത്രയും പറഞ്ഞ് അവന്തിക കോള് കട്ട് ചെയ്യുമ്പോൾ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് അർച്ചന. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അനഘ അവന്തികയും കാത്തിരിക്കുകയാണ്. അല്ല, നീ കഴിച്ചില്ലേ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ ചേച്ചിയും കൂടി വന്നിട്ട് കഴിക്കാമെന്ന് കരുതിയെന്ന് അനഘ പറയുന്നു. എങ്കിലേ നീ കഴിച്ചോ, ഇന്ന് എൻ്റെ വയറ് ഫുൾ ഫില്ലാണ്. അത്രയ്ക്കും സന്തോഷകരമായൊരു വാർത്തയാണ് ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തത്. പിന്നെ അർച്ചന നാളെ രാവിലത്തെ ഫ്ലൈറ്റിന് തന്നെ അവൾ ഇവിടെ ഉണ്ടാകുമെന്നും അവന്തിക ചിരിച്ചുകൊണ്ട് പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ്. അനൂപിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് തിരികെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. എല്ലാവരും വിഷമത്തോടെ നിൽക്കുന്നു. തുടർന്ന് മീരയും മാഷും കൂടി പിടിച്ച് അനൂപിനെ അകത്തേക്ക് കൊണ്ടിരുത്തുകയാണ്. മോള് കഴിച്ചോ എന്ന് അനൂപ് ആവണിയോട് ചോദിക്കുമ്പോൾ ഇല്ലെന്നും മനസ്സിനൊന്നും ഒരു സുഖവുമില്ലെന്നും ആവണി പറയുന്നു. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് മീര അനൂപിനെ പിടിച്ചുകൊണ്ടുവന്ന് സെറ്റിയിൽ ഇരുത്തുന്നതാണ്. അതേസമയം അനൂപ് തൻ്റെ ഫോൺ എടുത്തു തരാൻ മീരയോട് പറയുന്നു. അങ്ങനെ അനൂപ് ആരെയോ വിളിക്കാൻ ഒരുങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് മോള് വരികയാണ്. അനൂപ് മോളോട് ഓരോരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അങ്ങോട്ടേക്ക് മാഷും കമലയും കൂടി വരുന്നു. അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വൃന്ദാവനത്തിലേക്ക് ഒരു കാർ വന്ന് നിൽക്കുകയാണ്. അതിൽ നിന്നും അർച്ചന കരഞ്ഞുകൊണ്ട് അനൂപിന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.